ഹലോ ഫ്രണ്ട്സ്. ഇന്ന് ഉച്ചയ്ക്ക് ഫുഡ് ഉണ്ടാക്കേണ്ട കാര്യത്തിൽ ഇങ്ങനെ അമാന്തിച്ച് കുറേ നേരം നിന്നു. അമാന്തിക്കാൻ കാരണം ഇന്ന് മീനൊന്നും കിട്ടിയിട്ടില്ല. മീനുണ്ടെങ്കിൽ നമുക്ക് അരാമാന്തത്തിൻ്റെയും കാര്യമില്ല. കറി വയ്ക്കലും വറുക്കലും കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും ഉപ്പേരി ഉണ്ടെങ്കിൽ ഉണ്ടാക്കിയാൽ മതി. മീൻ വറുത്തതും കറിയായാൽ പിന്നെ വേറെ ഒന്നും വേണ്ടല്ലോ. പക്ഷെ നമുക്കൊന്ന് മീനില്ല കേട്ടോ. അപ്പോൾ മുരിങ്ങയില പൊട്ടിക്കാൻ നമ്മുടെ മുറ്റത്ത് അപ്പുറത്ത് തന്നെ ഉണ്ട്. അപ്പുറത്തെ താത്താടെ വീട്ടിലുണ്ടെന്ന് പറഞ്ഞല്ലോ. അവിടെ നിന്നാണ് പൊട്ടിക്കാറ്. നമ്മുടെ ഇവിടേക്ക് ചാഞ്ഞ് കിടക്കുന്നുണ്ട് കൊമ്പ്. പക്ഷെ മഴ കാരണം എനിക്ക് ഇറങ്ങാൻ പറ്റാണ്ട് കുറേ നേരം അന്തം വിട്ട് നിന്നു. പിന്നെ മഴ ഒന്ന് തോർന്നപ്പോൾ ഞാൻ പോയിട്ട് നമുക്ക് ആവശ്യമുള്ള ഒരു പിടി മുരിങ്ങയില പൊട്ടിച്ചു കേട്ടോ. ആ ഒരു പിടി മുരിങ്ങയില ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് 2 നേരം ഉച്ചയ്ക്കും രാത്രിയും അടിപൊളിയായിട്ട് കഴിക്കാനുള്ള കറി ഉണ്ടാവും. പരിപ്പ് വെച്ചിട്ട് മുരിങ്ങയും പരിപ്പും കൂടെ വെക്കാമെന്നാണ് വിചാരിച്ച്. അതാവുമ്പോൾ നമുക്ക് മീനൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, എല്ലാവർക്കും ഇഷ്ടമാണ്. പിന്നെ നമുക്കൊരു വാഴക്കൂമ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു. വാഴക്കൂമ്പ് കിട്ടിയിട്ട് കുറേ ആയി, കുറേ പറഞ്ഞാൽ ഒരുപാടായി. അപ്പോൾ അത് കിട്ടിയപ്പോൾ അത് വെച്ചിട്ടൊരു തോരനും ഉണ്ടാക്കാൻ വിചാരിച്ചു. മുന്നേ അമ്മയൊക്കെ അവിടെ വീട്ടിൽ നിൽക്കുന്ന സമയത്തൊക്കെ നമുക്ക് അവിടെ നിന്ന് ഇടയ്ക്കിടയ്ക്കൊക്കെ കിട്ടുമായിരുന്നു. ഇപ്പം നമുക്കിവിടെ വന്നിട്ട് കിട്ടിയിട്ടേ ഇല്ല. അപ്പോൾ അത് വെച്ചിട്ടൊരു തോരൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതും ഒക്കെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കുക്കിംഗ് പരിപാടി വേഗം കഴിഞ്ഞുമല്ലോ. അങ്ങനെ ഞാൻ അതൊക്കെ റെഡിയാക്കി വെച്ചു കേട്ടോ. അപ്പോൾ ഇന്ന് കുട്ടികൾക്ക് സ്കൂളിലുള്ള ദിവസമായതുകൊണ്ട് ഒരു അമാന്തത്തിൽ ഇങ്ങനെ നിൽക്കുക. അവരുണ്ടാകുമ്പോൾ കലപിലൊക്കെ പറഞ്ഞിട്ട് എനിക്ക് അങ്ങനെ പെട്ടെന്ന് നേരം പോവും. ഷാജേട്ടന് പോകാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് ഞാൻ ഫുഡിൻ്റെ കാര്യത്തിലേക്ക് വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് എഡിറ്റ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ. മോള് വരുന്ന വരെ എനിക്ക് പറ്റണത് ഞാൻ ചെയ്യും, ബാക്കി പിന്നെ അവൾ ചെയ്യും. അങ്ങനെ സമയത്തിൻ്റെ പരിമിതി വെച്ചിട്ട് നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് പോകാറുണ്ട് കേട്ടോ. പിന്നെ എഡിറ്റ് ചെയ്തിട്ടും കാര്യമില്ല. നമുക്ക് വലിയൊരു ടാസ്ക് എന്ന് പറയുന്നത് വീഡിയോ അപ്ലോഡ് ചെയ്യണ സമയത്താണ്. അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് 3, 4, 5 മണിക്കൂർ എടുക്കും. അത് പിടിച്ചിട്ട് ഞാൻ ഇങ്ങനെ നമ്മുടെ റോട്ടിലേക്ക് ഇറങ്ങണം. വീടിൻ്റെ ഉള്ളിൽ റേഞ്ചില്ല. അവിടെ റോട്ടിലേക്ക് ഇറങ്ങി നിന്ന് ഒരു 4 മണിക്കൂർ 5 മണിക്കൂർ ഒറ്റ നിപ്പ് നിൽക്കണം. അങ്ങനെ നിന്നിട്ട് ലാസ്റ്റ് ഒരു 3/4 ഭാഗമായാൽ വീണ്ടും തിരിച്ച് ഇങ്ങോട്ട് തന്നെ ഇറങ്ങും. പിന്നെയും ആദ്യം മുതൽ പിന്നെ. അപ്പോൾ എനിക്ക് കറക്റ്റ് ഒരു ടൈമിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റാറേ ഇല്ല. അതെനിക്ക് ഭയങ്കര ഒരു സങ്കടമാട്ടോ. അപ്പോൾ അത്രയും നമ്മൾ എഫേർട്ട് എടുത്തൊരു കാര്യം ആ ഒരു ലാസ്റ്റ് നിമിഷം വെച്ചിട്ട് കൊളാവുമ്പോൾ ഭയങ്കര സങ്കടം വരാറുണ്ട്. പിന്നെ നമ്മൾ ഇതിൻ്റെ മേലെ ടെറസിൻ്റെ മേലെയൊക്കെ ചിലപ്പോൾ ഒരു 10 മണിക്കൊക്കെ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റാറുള്ളൂ. അപ്പോൾ ഞാനും മോളും കൂടെ മേലെ കയറിയിരിക്കും. അങ്ങനെയൊക്കെ കൂടെ ഒരുപാട് ടാസ്ക്കാണത്. അപ്പോൾ നമുക്കൊരു സംഭവം ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു ഇഷ്ടത്തോടൊരു കാര്യം ചെയ്യുമ്പോൾ കുറേ കഷ്ടപ്പാടുണ്ടാവും എന്ന് പറയണത് കാര്യമാണ്. പക്ഷേ ആ കഷ്ടപ്പാടൊന്നും നോക്കാണ്ട് ഞങ്ങൾ ഡെയിലി വീഡിയോ ഇടാറുണ്ട്. ടൈമൊന്നും അപ്പോൾ നോക്കില്ല, ഇടാതിരിക്കാറില്ല. അപ്പോൾ ഇടും, എന്തായാലും വീഡിയോ അപ്ലോഡ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പരിപ്പൊക്കെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്തേക്ക് 2 പച്ചമുളക് കീറിയിട്ടു, ഒരു ലേശം മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് അടച്ചു വെച്ചു. ഇനി അത് വെന്തിട്ട് നമുക്ക് മുരിങ്ങയില ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ ഞാൻ വാഴക്കൂമ്പിലേക്കുള്ള തോരനുള്ള നാളികേരം ചിരകി റെഡിയാക്കി വെച്ചു. അതിലേക്ക് ഒരു 2-3 പച്ചമുളക്, ചെറുള്ളി, പിന്നെ വെളുത്തുള്ളി, ചെറിയ ജീരകം, മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് കറക്കി എടുത്തിട്ട് അതിൻ്റെ അരപ്പും കൂടെ മാറ്റി വെച്ചു കേട്ടോ. പിന്നെ ഞാൻ അവിടെയൊക്കെ ഒന്ന് കൈയോടെ തുടച്ചിടുന്നുണ്ട് കേട്ടോ. എനിക്ക് അവിടെ എന്തെങ്കിലും ഒരു ചെറുതായിട്ട് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനിങ്ങനെ ഇടയ്ക്ക് തുടച്ചുകൊണ്ടിരിക്കും. പൂജുട്ടി പറയും ഇതൊരു അസുഖമാണ്, ഇതിങ്ങനെ ഒന്നും ആരും ചെയ്യേണ്ടാവില്ല, എല്ലാ പണിയും കഴിഞ്ഞിട്ട് ഒറ്റയടിക്ക് തുടച്ചാൽ പോരെ, അല്ലെങ്കിൽ ഒരു പ്രാവശ്യം 2 പ്രാവശ്യമൊക്കെ ചെയ്യുക, ഇതെന്താ അപ്പം ഇതെന്ന് ചോദിക്കാറുണ്ട്. എൻ്റെ വലത്തെ കൈയിന് കംപ്ലൈൻ്റ് ആയിട്ട് ഡോക്ടറെ അടുത്ത് ചെന്നപ്പോഴും അവളാണ് തന്നെ പറഞ്ഞത്, അമ്മയ്ക്ക് എന്തോ ഒരു അസുഖമുണ്ട്, അത് അല്ലാണ്ട് ഇങ്ങനെ ഒരാളൊന്നും ഇത്ര പ്രാവശ്യമൊന്നും ഇത് തുടച്ചില്ല എന്ന് പറയും. പക്ഷേ എനിക്ക് എന്തോ വൃത്തിയാവാത്ത പോലെ തോന്നുന്നുണ്ടാവും. അത് കഴിഞ്ഞ് കഴിഞ്ഞാലുള്ള പ്രശ്നമാണ്. പിന്നെ എനിക്ക് ഗ്യാസ് നമ്മൾ ഓഫ് ചെയ്തില്ലേ എന്നുള്ളത്. ഞാൻ എല്ലാ ഡോറും അടച്ചെന്ന് എനിക്ക് റൂമിലെത്തിയാൽ തിരിച്ച് വീണ്ടും ഞാൻ വന്നിട്ട് ഒന്നും കൂടെ നോക്കും. എനിക്ക് എന്തോ ഒരു വെപ്രാളം ആദ്യമൊക്കെ. അപ്പോൾ അതെന്തെങ്കിലും പ്രശ്നമാണോ, എല്ലാവർക്കും അങ്ങനെ ഉണ്ടോയെന്നും എനിക്കറിയില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് എങ്ങനെയെങ്കിലും പോവുകയാണെങ്കിലും എനിക്കതൊരു ടെൻഷനാണ്. പിന്നെ ഞാനൊക്കെ ലോക്കൊക്കെ തുറന്ന് പോയി നോക്കി വന്നാൽ അതൊരു സമാധാനം. പിന്നെ നമ്മൾ തോരന് വേണ്ടിയിട്ട് ചട്ടി വെച്ചിട്ട് അതിനകത്തേക്ക് ഇത്തിരി എണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ചു. ലേശം ചെറുള്ളി, അത് വേണമെന്നൊന്നുമില്ല, പക്ഷെ ഞാൻ അരിഞ്ഞപ്പോൾ ഇത്തിരി ഉള്ളതുകൊണ്ട് ചെറുള്ളിയും കൂടെ വേപ്പിലും കൂടെ ഇട്ടിട്ട് ഒന്ന് മൂപ്പിക്കുകയാണ്. അത് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മുടെ പരിപ്പ് റെഡി ആയിട്ടുണ്ടായിരുന്നു. അതിലേക്ക് മുരിങ്ങയില കഴുകി വെച്ചത് ഇട്ട് കൊടുത്തു കേട്ടോ. ഇനി ആ മുരിങ്ങയിലയും കൂടെ വേവുമ്പോഴത്തേക്കും നമ്മുടെ തോരൻ്റെ ഈ അരപ്പും ഒക്കെ സെറ്റാക്കിയിട്ട് നമുക്കത് ഇട്ട് കൊടുക്കാറാവും കേട്ടോ. അപ്പം മുരിങ്ങാക്കറി അവിടെ ആവട്ടെ. ഇനി നമുക്ക് തോരനിലേക്ക് വരാം. അപ്പോഴേക്കും നമ്മുടെ ഉള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. നമ്മൾ അരച്ച് വെച്ച അരപ്പ് അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ആ പച്ചമണം മാറണ വരെ ഒന്ന് മൂപ്പിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കൂമ്പ് നമ്മൾ അരിഞ്ഞ് വെച്ചില്ലേ,
ആ സംഭവം അതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് അടച്ച് വയ്ക്കുക. ഇത് നല്ല ടേസ്റ്റ് ആട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കിങ്ങനെ എന്തെങ്കിലും കുത്തിയിട്ട് അങ്ങനെയൊക്കെയുള്ള ഉപ്പേരി, കുത്തി വറുത്ത ഉപ്പേരിയൊക്കെ അല്ലേ, ഉള്ളിയും മുളകും കുത്തി വറുത്ത ഉപ്പേരിയൊക്കെ ഉണ്ടെങ്കിൽ അത് മതിയിട്ട് എനിക്ക് ചോറിനാൻ വേണ്ടിയിട്ട്. പ്രത്യേകിച്ച് കറി വേണമെന്നുള്ളൊരു നിർബന്ധമില്ല. പക്ഷെ അവിടെ പൂജട്ടിക്ക് കറി വേണം. അവൾക്ക് ചോറുണ്ടണമെന്നുണ്ടെങ്കിൽ കറിയുടെ എന്തെങ്കിലും ഒരു ചാറെങ്കിലും കിട്ടണം, എന്നാലേ അവൾക്ക് ചോറുണ്ണാൻ പറ്റുള്ളൂ. അപ്പോൾ എനിക്കും മോനും ഒക്കെ ഉപ്പേരി ഉണ്ടായാൽ മതി. വേറെ കറി എക്സ്ട്രാ വേണമെന്നൊന്നുമില്ല. ഒരു ചമ്മന്തി ആയാലും സീനില്ല. അവൾക്ക് കറി ചാറെങ്ങനെ കിട്ടുക തന്നെ വേണം ചോറുണ്ണാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ തോരൻ്റെയൊക്കെ നല്ലോണം ഇളക്കി ഒതുക്കി തട്ടിപ്പൊത്തി വെച്ച് അടച്ച് വെച്ച് അതിലേക്ക് ലേശം കൂടെ നമ്മുടെ ജാറ് അരപ്പ് കഴുകിയ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചു കേട്ടോ. അതങ്ങനെ ആവട്ടെ, അപ്പോഴേക്കും നമ്മുടെ കറിയാവും. പിന്നെ അതുവരെ ഉണ്ടായിരുന്ന പാത്രങ്ങളൊക്കെ ഞാൻ അപ്പാടെ കയ്യോടെ കഴുകി വെക്കുകയാണ് കേട്ടോ. കുറേ ആവുമ്പോൾ അതൊരു വല്ലാത്തൊരു പണിയായിട്ട് തോന്നും. അപ്പോൾ കഴുകി വെക്കുമ്പോൾ എനിക്കതൊരു ഭാരമായിട്ട് തോന്നാറില്ല കേട്ടോ. അതെന്തായാലും നമ്മളിവിടെ വെറുതെ നോക്കൂത്തിനം പോലെ നിൽക്കേണ്ടി വരും. അപ്പോൾ ആ സമയത്ത് ബാക്കിയുള്ള കാര്യങ്ങൾ കഴിച്ച് കഴിഞ്ഞാൽ ആ പണി കഴിഞ്ഞല്ലോ എന്ന് വിചാരിക്കും. അപ്പോൾ നമ്മുടെ മുരിങ്ങാക്കറി ആയിട്ടുണ്ട്. അതിലേക്ക് മൂപ്പിച്ചിടാൻ വേണ്ടിയിട്ട് ചട്ടി വെച്ചിട്ട് എണ്ണ ഒഴിച്ച് ചൂടാവുമ്പോൾ കുറച്ച് ചെറിയ ഉള്ളി ഇട്ടിട്ട് മൂപ്പിച്ച് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അത്രയേ ഉള്ളൂ കേട്ടോ, കറി റെഡിയായേ. ഇനി നമ്മുടെ കൂമ്പ് തോരനും കൂടെ ഒന്ന് സെറ്റ് ആവാണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് ചോറിലേക്ക് ഒരു ചൊടിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു സംഭവം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഉണ്ടാക്കുന്നത് ആ പരിപ്പ് കുത്തി കാച്ചാണെങ്കിലും മുളക് വറുത്തപ്പുളി ഉണ്ടാക്കുകയാണെങ്കിലും രസം ഉണ്ടാക്കുകയാണെങ്കിലും മീനും ഇറച്ചിയൊന്നും ഇല്ലാത്ത സമയങ്ങളിൽ നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കും. അത് കൂട്ടിയിട്ട് നമുക്ക് അസലായിട്ട് ചോറുണ്ണാൻ പറ്റും. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു 3-4 മുട്ട എടുത്തിട്ടുണ്ട്. മുട്ട മസാല ഉണ്ടാക്കുകയാണ്. അത് ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയാനുണ്ടാവും. നമ്മളിവിടെ അധികം ഇറച്ചി മീനും ഇല്ലെങ്കിൽ ഇതാണ് ഉണ്ടാക്കുക. പിള്ളേർക്കും ഇഷ്ടമാണ്. ഒരു എരിവും ഉപ്പും എരിവും ഒക്കെ ഉണ്ടാവുകൊണ്ട് ഓംലെറ്റ് അടിക്കണേക്കാട്ടിലും ഇത്രയും കൂടെ എനിക്കിഷ്ടം ഇതാണ് കേട്ടോ. പിള്ളേർക്കും ഇഷ്ടമാണ്. അപ്പോൾ അതൊരു 3-4 മുട്ടയൊക്കെ വെച്ചിട്ട് പുഴുങ്ങിയെടുക്കാൻ വേണ്ടിയിട്ട് കുക്കറിൽ വെക്കാൻ വിചാരിച്ചു. ഒരു 2 വിസിലിനാവുമല്ലോ. അപ്പോൾ കുക്കറിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതാവട്ടെ. പിന്നെ അതിലേക്ക് ഒരു തുള്ളി എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ തോല് പെട്ടെന്ന് പൊട്ടിപ്പോരും, വൃത്തിയായിട്ട് കിട്ടുകയും ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ നമ്മുടെ തോര റെഡിയായി. അതൊക്കെ ഒരു പാത്രത്തേക്ക് മാറ്റി വെച്ചിട്ട് ഞാൻ മുട്ട ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കാം. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അമ്മേനെ വീഡിയോയിലേക്ക് ഇതുവരെ കൊണ്ടുവരാൻ എനിക്ക് പറ്റിയിട്ടില്ല കേട്ടോ. ഏറ്റവും ഇഷ്ടമുള്ള ഒരാളാണ് യൂട്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആളെ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു സംഭവമാണ് യൂട്യൂബ്. ആൾക്ക് അത്രയും ഇഷ്ടമാണ്. ഓരോരുത്തരുടെ വ്ളോഗും ഇരുന്ന് കാണും. ഒരുപാട് ആൾക്കാരെ ഇഷ്ടമുള്ള ആൾക്കാർ എന്നോടും പറയും, ഞാനും ഇരുന്ന് കാണും. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അമ്മേനെ ഇതുവരെ എനിക്ക് അത്ര ഇഷ്ടമുള്ളതുകൊണ്ടാവും ഓരോ കാരണങ്ങൾ കൊണ്ട് അതിങ്ങനെ നീണ്ടു പോവുക. ഒരു ദിവസം ഞാൻ അമ്മയെ കാണിക്കേണ്ട, അമ്മയെ കൊണ്ടുവരണ്ട്. അമ്മയ്ക്ക് അവിടെ നിന്ന് വരാൻ ഉള്ളൊരു എന്താ ചേട്ടൻ്റെ അനിയനും വർക്ക് ഇവിടെ ആയിരുന്നില്ല. ഇപ്പോൾ ഒരു നാട്ടിലുണ്ട്. അപ്പം ഇനി വരികയൊക്കെ ചെയ്യാം. ഞാൻ അടുത്ത ദിവസം തന്നെ കൊണ്ടുവരാൻ നോക്കാം. പിന്നെ നമ്മുടെ അപ്പളേക്കും മുട്ട ആയിട്ടുണ്ടായിരുന്നു. കാര്യം പറച്ചിലൊക്കെ കഴിഞ്ഞപ്പോഴേക്കും മുട്ടയൊക്കെ തോല് പൊളിച്ചിട്ട് ഞാനത് 2ആയി കീറിയിട്ട് ഇങ്ങനെ വെച്ചു. എന്നിട്ടൊരു പാത്രത്തിലേക്ക് മുളക് പൊടി, ആവശ്യത്തിന് എരിവിന് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്. നീ വേണമെങ്കിൽ ചിക്കൻ മസാല ഇടണവർക്ക് അതും ഇടാം. നമ്മൾ ഇത്രയും ഇട്ടിട്ട് ഇതിനകത്തേക്ക് ഇത് മൊത്തം വെതറി കൊടുക്കും. അതെല്ലാം മസാല ആ മുട്ടയുടെ മേലേക്ക് ഇട്ട് കൊടുത്തിട്ട്, ഇനി ചിലവർ അതിലേക്ക് വെള്ളത്തിൽ കുഴച്ചിട്ടും ചെയ്യാറുണ്ട്. നമ്മളിങ്ങനെ പൊടി ഇങ്ങനെ വെതറി കൊടുത്തിട്ട് ഒരു പാനിൽ വെച്ചിട്ട് എണ്ണ ചൂടാകുമ്പോൾ ഇത് അതിലേക്ക് ഇട്ട് കൊടുക്കും കേട്ടോ. ഹൈ ഫ്ലെയിമിൽ വെക്കരുത് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പൊട്ടിത്തെറിച്ച് കണ്ണിലേക്കൊക്കെ ആവും. അപ്പോൾ പിള്ളേരൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ടി വരും, ഇല്ലെങ്കിൽ പണി കിട്ടും. കണ്ണിലേക്ക് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കൊരു പ്രാവശ്യം പറ്റിയിട്ടുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ഈ ഒരു സിമ്മിലാക്കിയിട്ട് എണ്ണ ചൂടായ ഒന്ന് സിമ്മിലാക്കിയിട്ട് ഇതിങ്ങനെ പെറുക്കി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലേക്ക് ബാക്കി വരുന്ന പൊടിയില്ലേ, നമ്മുടെ മസാല കൂട്ടിയ പൊടി, അതുകൂടെ ഇങ്ങനെ വെതറി കൊടുക്കുക. നല്ല ടേസ്റ്റ് ആട്ടോ അത്. നമുക്ക് മീനൊന്നും ഇല്ലെങ്കിലും അടിപൊളിയായിട്ട് ചോറിനാൻ പറ്റും. അങ്ങനെ ആ പൊടിയും കൂടെ മേലേക്ക് ഇട്ട് കൊടുത്തിട്ട് മൂത്ത് വരുമ്പോൾ അത് മറച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ സിമ്പിൾ പരിപാടി കഴിഞ്ഞു. അത്രയും പണിയില്ല. മുട്ട ഒന്നും ആവേണ്ട ഒരു ടൈമേ ഉള്ളൂ. ബാക്കിയൊക്കെ നമുക്ക് ചടപടയെന്ന് തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് മൂത്തൊരു ഭാഗം മൂത്തപ്പോൾ ഞാനതൊക്കെ മറച്ചിട്ടിട്ട് റെഡിയാക്കി. ഇനി നമുക്ക് ഫുഡ് കഴിക്കണം. അത്രയും പണിയുള്ളൂ. അപ്പം ഇന്ന് ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. ഒറ്റയ്ക്കാവുമ്പോൾ എനിക്ക് ഉമ്മറത്ത് പോയിട്ട് കഴിക്കണത് എന്തോ മടിയല്ല, അങ്ങനെ എനിക്ക് അവിടെ ഇരുന്നിട്ട് കഴിക്കാൻ തോന്നില്ല. ചിലപ്പോൾ ആരെങ്കിലും വന്നാൽ ഞാൻ ആ ചോറ് എടുത്തിട്ട് പിന്നെ പോകണ്ടേ, പിന്നെ എനിക്ക് ആ ഫുഡ് കഴിക്കണതിൻ്റെ ഇടയിൽ നിന്ന് നീറ്റ് കഴിഞ്ഞാൽ എനിക്ക് ആ ഫുഡ് കഴിക്കാനും പറ്റില്ല. അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. ആ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങനെ കഴിച്ച് കഴിഞ്ഞാൽ ഫുഡ് ഞാൻ മൊത്തം കഴിക്കും. അല്ല അതിൻ്റെ ഇടയിൽ ഒന്ന് നീറ്റാൽ പിന്നെ എനിക്ക് ആ ഫുഡ് കഴിച്ചാൽ പോവില്ല. പിള്ളേരുണ്ടാകുമ്പോൾ പിന്നെ രസമല്ലേ ഇരുന്ന് സംസാരിച്ച് ഒക്കെ അവിടെ ഇരിക്കാനും എനിക്കിഷ്ടമാണ്. അല്ലെങ്കിൽ ഞാൻ പിന്നെ ഈ അടുക്കളയിൽ തന്നെ നമ്മുടെ ഈ കിച്ചൺ ടാബിൻ്റെ മേലെ കയറി ചമ്മറം പടിഞ്ഞിരുന്നിട്ട് കഴിക്കുക ചെയ്യാം.
ഒക്കെ കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് അവിടെ തന്നെ പാത്രമൊക്കെ കഴുകി നമ്മുടെ അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് പണി കഴിഞ്ഞല്ലോ. വേറെ പിന്നെ പരിപാടിയൊന്നുമില്ലല്ലോ. കുട്ടികളില്ലാത്ത ദിവസം എനിക്ക് എന്തോ മൂഡ് ഓഫ് ആട്ടോ. മൂഡ് ഓഫ് ഒന്നും അല്ല, അങ്ങനെയൊന്നല്ല. എനിക്ക് ഒരു സംസാരിക്കാണ്ടിരിക്കുമ്പോൾ ബുദ്ധിമുട്ടാണ്. ഈ യൂട്യൂബ് വന്നപ്പോൾ എനിക്ക് ആ ഒരു പ്രശ്നം ഒരുവിധമൊക്കെ മാറി. എന്താ വെച്ചാൽ അങ്ങനെ ഒന്നുമില്ലെങ്കിൽ ഞാൻ വെറുതെ ഞാൻ കുക്ക് ചെയ്യുമ്പോൾ നിങ്ങളോട് സംസാരിക്കും. അത് കഴിഞ്ഞാലും പിന്നെ എനിക്ക് വോയിസ് ഓവർ കൊടുക്കുകയാണെങ്കിൽ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ എനിക്ക് ആ വിഷമപ്പം ഇല്ല. മറ്റേത് എനിക്കിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം, എന്തെങ്കിലുമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ എനിക്ക് എന്തോ ഒരു വിഷമമാണ്. അപ്പോഴേക്കും നമ്മുടെ ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയായി. ചോറും മുരിങ്ങാക്കറിയും മുട്ട മസാലയും തോരനൊക്കെ റെഡി ആയിട്ടുണ്ട്. എനിക്കുള്ള ചോറ് വിളമ്പുകയാണ് കേട്ടോ, ഫുഡ് വിളമ്പുക. ചില ദിവസങ്ങളിൽ ഞാൻ കഴിക്കാറില്ല. ഇപ്പോൾ വീഡിയോ എടുക്കണ കാരണം കറക്റ്റ് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ട് ഞാൻ കഴിക്കും. മറ്റേത് ഞാൻ വിചാരിക്കും ഇനി കുട്ടികൾ വരട്ടെ, അവർ വരുമ്പോൾ കണ്ണുകുട്ടിക്ക് വാരി കൊടുക്കുമ്പോൾ കഴിക്കുക, അല്ലെങ്കിൽ പൂജിറ്റി അവർ വരുമ്പോൾ കഴിക്കുക വിചാരിച്ച് ചിലപ്പോൾ ഉച്ചക്കത്തെ സ്കിപ്പ് ചെയ്ത് പോവും. പിന്നെ ചായ എന്തെങ്കിലും കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ രാത്രിക്ക് നോക്കുള്ളൂ. ചിലപ്പോൾ രാത്രിയും കഴിക്കാനൊരു മൂടുണ്ടെങ്കിൽ അങ്ങനെ ഫുഡിൻ്റെ കാര്യം കറക്റ്റല്ല, ഉറക്കവും കറക്റ്റല്ല, ഫുഡും കറക്റ്റല്ല, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ അന്തം വിട്ട് കുന്തം പോലെ ഡിപ്രഷൻ അടിച്ചിരിക്കുന്ന സമയത്താണ് ഇത് തുടങ്ങിയത്. അപ്പോൾ ഇപ്പോൾ എന്തൊക്കെയോ ഒരു ആശ്വാസമുണ്ട്. ആരോടൊക്കെ സംസാരിക്കണ പോലെ എല്ലാവരും എൻ്റെ കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോഴും സന്തോഷം തന്നെയാണ്. വീണ്ടും വീണ്ടും പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ ബൈ, സീ യു.